വേലും നീ എന്റെ കൽബിലെ ഊറിയാണേ. ഇതരും നിന്നെ കാണാതെ കിന്നരിപ്പൂ കേൾക്കാതെ നെഞ്ചിലരിയും കനലാണ് ഹസീന ഹസീന. വർഷം ഒന്നും കൂടി കഴിഞ്ഞു പോയി. ഹസീന കോളേജിൽ 2ാം വർഷമായി. അതേസമയം അഹമ്മദാജിയുടെ മനസ്സിലും ആദ്യം പെരുകുന്നുണ്ടായിരുന്നു. മകൾക്കൊരു നല്ല ഭർത്താവിനെ കണ്ടെത്തണം. ഇനിയും താമസിപ്പിക്കുന്നത് എന്തിനാ? ഒരു കുറവും എനിക്കില്ല, ഒരു വിവരം കൊടുത്താൽ മാത്രം മതി. മകളെയും കൊണ്ട് പറന്നു പോകാൻ യുവാക്കൾ പാഞ്ഞെത്തും. പക്ഷേ അത് വേണ്ട. നല്ലൊരു കുടുംബത്തിൽ നിന്ന് ദീനും നിലയുമുള്ള ചെറുപ്പക്കാരൻ, തന്റെ സമ്പത്തല്ല മകളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ. അഹമ്മദാജി അന്വേഷണം തുടങ്ങി. കൂടുതലൊന്നും അലിയേണ്ടി വന്നില്ല. തന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട മുഹമ്മദ് ഷാക്കിർ എന്ന ഗൾഫുകാരൻ ഹസീനയെ കെട്ടാൻ താല്പര്യപ്പെട്ടു. ഇത് വീട്ടുകാർക്ക് 100 വട്ടം സമ്മതം. പക്ഷേ ആ വിവരം അറിഞ്ഞ ഹസീനയുടെ പ്രതികരണം എന്തായിരുന്നു? ഞെട്ടിത്തേറിച്ചു പോയി, പൊട്ടിക്കരഞ്ഞു പോയി, മനമാകെയും അവളെ പോലൊഴുകിപ്പോയി. ഞെട്ടിത്തേറിച്ചു പോയി, മുത്ത് മെഹബൂബിനെ കാണാൻ കൊതി പെരുത്തു. ഉടൻ താലിച്ചതാനുള്ളം തുടി തുളിച്ചു. പ്രിയ കാമുകനെ ഉടൻ വിളിച്ചിടുന്നേ, കൊത്തിപ്പറന്നു പോകാൻ അവൾ കേണിടുന്നേ. ഞെട്ടിത്തേറിച്ചു പോയി. മനോനില തെറ്റി. തന്റെ പ്രാണനായ കാമുകൻ അനീഷിനെ അല്ലാതെ വേറൊരു മണവാളൻ തന്നെ കൂട്ടിന് വേണ്ട. അവൾ ഉടനെ കാമുകനെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. പക്ഷേ നിസ്സാര മട്ടിലാണ് അവൻ പ്രതികരിച്ചത്. എങ്കിലും അവൾ വിട്ടില്ല. ഒടുവിൽ അവനൊരു ഉപായം പറഞ്ഞു കൊടുത്തു. മോളെ ഹസി, നീ കാത്തിരിക്കുക. നിന്റെ വിവാഹത്തലേന്ന് നമുക്കിടുന്ന് ദൂരേക്ക് ഒളിച്ചോടി പോകാം. ഇപ്പോൾ നീ ധൃതിയിലൊന്നും ചെയ്യരുത്. വീട്ടുകാരുടെ എല്ലാ തീരുമാനങ്ങളും അനുസരിക്കുക. അവൾ സമ്മതിച്ചു. ഏതെങ്കിലും ഒരു നാൾ തന്റെ കാമുകനോടൊപ്പം നാട് വിടാമെന്ന പ്രത്യാശയോടെ അവൾ കാത്തിരുന്നു. നാളുകൾ നീങ്ങി. ഹസീനയുടെ വിവാഹ തീയതി കുറിച്ചു. അഹമ്മദാജിയുടെ വീട്ടിൽ ആഹ്ലാദത്തിന്റെ പൊന്നമ്പടി. കൂട്ടുകുടുംബക്കാർ വന്നു തുടങ്ങി. കല്യാണ പെണ്ണിന്റെ ആടയാഭരണങ്ങൾ കൊണ്ടുവന്നു. എങ്ങും ആവേശത്തിന്റെ അലിവലികൾ. ഇനി 2 നാൾ മാത്രം. പക്ഷേ ഹസീൻ ഇതൊന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല. ഒരുതരം മാനസിക രോഗിയെ പോലെ അവിടെ മാറ്റം വീട്ടുകാരിലും പരിഭ്രാന്തി വരുത്തി. അതെ, അന്ന് രാത്രി യാത്രയായി കല്യാണ വീടും ശോകമായി. ആരും കാണാതകലേക്ക് പോയവൾ, വീടും നാടുമേറിഞ്ഞോടിപ്പോയവൾ. സ്നേഹം പകർന്ന മാതാപിതാക്കൾ, ജീവിച്ച നാടും നാട്ടുകാരും ഒക്കെ അറിഞ്ഞ് ഇന്നലെ കണ്ട കാമുകനെ അവൾ നെഞ്ചിലേറ്റി. നാരി ഹസീന യാത്രയായി കല്യാണ വീടും ശോകമായി. അഹമ്മദാജി മോഹാലസ്യപ്പെട്ട് കിടക്കുന്നു. അവളുടെ ഉമ്മയ്ക്കാണെങ്കിൽ ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. കല്യാണ വീടിന്റെ മരണ വീടിന്റെ പ്രതീതി ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഹസീനെ കുറിച്ച് അന്വേഷണവുമായി പോലീസ് ഉടൻ തന്നെ രംഗത്തിറങ്ങി. വാർത്ത കേട്ടവർ കണ്ണു മീച്ചതല്ലാതെ ഹസീനെ കുറിച്ച് ഒരു ദുഷ്പേരും ഇന്നവരെ കേട്ടിട്ടില്ല. ഈ സമയം ഹസീനയും കാമുകനും വളരെ അകലെത്തിയിരുന്നു. വീട്ടിലുണ്ടായിരുന്ന ആഭരണങ്ങൾ മുഴുവനും അവരുടെ കയ്യിലുണ്ട്. അവരവിടെ ഒരു വ്യാജവിലാസത്തിൽ താമസം ആരംഭിച്ചു. ഹസീന ഹസീന ഹസീന, സ്വർഗം നമുക്കിവിടെ പണിയാം, സ്നേഹം പകർന്നു നൽകാം. അകലെയൊരു നാട്ടിൽ ഒരു കൊച്ചു വീട്ടിൽ, അകലെയൊരു നാട്ടിൽ ഒരു കൊച്ചു വീട്ടിൽ, അനുരാഗത്തോപ്പിൽ ഒരുമിച്ചുറങ്ങാം. ജീവിതകാലം ഇനി ഒന്നായി നീങ്ങാം. നീ എന്റെ കൂടെയില്ലേ ഹസീന